അപ്പോൾ ഇതാ നമ്മുടെ ഡേ 5 ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി ആൻഡ് ചട്നിയാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയെ മറക്കാൻ പാടില്ല, മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇഡ്ഡലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലിയും ചട്നി ആവാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ തലേദിവസം തന്നെ അരിയും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അരച്ച് നല്ല പുളിപ്പിക്കാൻ വെച്ചു. നല്ല പുളിച്ച് വന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലും പരത്തിയിട്ടോ, അപ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വെച്ചു. ആ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് വേഗം തന്നെ ചട്നിക്കുള്ള തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്നിക്കുള്ള തേങ്ങയും അരച്ച് ചട്നിയും ഉണ്ടാക്കിയിട്ടോ, കൂടെ ഒപ്പം തന്നെ ചായയും വെച്ചു. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ തീർന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അടിപൊളിയാക്കി ഇന്നത്തെ ദിവസം. മാത്രമല്ല ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിൻ്റെ അവസാനത്തെ വ്ലോഗും കൂടെയാണ്. കാരണം 6ാമത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയത് ഈ ഇഡ്ഡലി മാവിൻ്റെ ബാക്കി വന്നതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ദോശയാണ് കേട്ടോ. ദോശയും ചട്നിയാണ് ഞാൻ കഴിച്ചത്. അതുപോലെ തന്നെ 7ാമത്തെ ദിവസം ഞാൻ ഉപ്പുമാവും പഴവും കൂടിയാണ് കഴിച്ചത്. ഉപ്പുമാവിൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ മോർണിംഗ് റൂട്ടീൻ ചെയ്തപ്പം ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഓൾറെഡി കാണിച്ചതുകൊണ്ട് ഇനി റിപ്പീറ്റേഷൻ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യാതെ. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ 7 ദിവസവും ഞാൻ അടിപൊളിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ച് പൂർത്തീകരിച്ചു. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. 1-2 ദിവസം മുടങ്ങിയെങ്കിലും പിന്നീട് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയും അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഓക്കെ, ശരിക്കും പറ.